നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഔട്ട്ലൈൻ ആണ്. അതായത് നമ്മുടെ HTML എലമെൻറ്റിൻ്റെ ബോർഡറിന് ചുറ്റും നമുക്ക് എങ്ങനെ ഒരു ലൈൻ, അതായത് ഒരു ഔട്ട്ലൈൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ഞാനിവിടെ H1 എലമെൻറ്റിൻ്റെ ഈ ബോർഡറിന് ചുറ്റുമായി ഒരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഞാൻ ആദ്യമായി ഔട്ട്ലൈൻ സ്റ്റൈൽ ഞാൻ സോളിഡ് കൊടുക്കുന്നു. നമ്മൾ നേരത്തെ ബോർഡർ കൊടുത്ത അതേ രീതി തന്നെയാണ്. ശേഷം സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഒരു ബ്ലാക്ക് കളർ നമ്മുടെ H1 എലമെൻറ്റിന് ബോർഡറിന് ചുറ്റുമായി ഒരു ലൈൻ വന്നു. സോ ഞാനിതിൻ്റെ അടുത്ത പ്രോപ്പർട്ടി ഔട്ട്ലൈൻ വിഡ്ത്ത് ഞാനൊരു 10 പിക്സൽ കൊടുക്കുന്നു. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 10 പിക്സൽ വിഡ്ത്തിൽ നമുക്ക് ഔട്ട്ലൈൻ ലഭിക്കുന്നു. അതുപോലെ ഇതിൻ്റെ അടുത്ത പ്രോപ്പർട്ടിയാണ് ഔട്ട്ലൈൻ കളർ. ഞാനൊരു ബ്ലൂ കളർ കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ കളറിലുള്ള ഒരു ഔട്ട്ലൈൻ നമുക്ക് ലഭിക്കുന്നു. അതുപോലെ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് അതിൻ്റെ ഔട്ട്ലൈൻ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഈ പ്രോപ്പർട്ടി തീരുമാനിക്കുന്നത് നമ്മുടെ ബോർഡറിൻ്റെയും അതുപോലെ ഔട്ട്ലൈൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് എത്ര കൊടുക്കണമെന്നാണ്. സോ ഞാനിവിടെ 10 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ ബോർഡറും ഔട്ട്ലൈനും തമ്മിലൊരു 10 പിക്സൽ ഗ്യാപ്പ് വരുന്നു. സോ ഇതിനെ നമുക്ക് ഔട്ട്ലൈൻ ഓഫ്സെറ്റ് എന്ന് വിളിക്കാം. സോ ഇത്തരത്തിൽ നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഉദാഹരണമായി ഞാനിവിടെ ഈ ഡിവ് എലമെൻറ്റിന് ഒരു ഔട്ട്ലൈൻ കൊടുത്ത് നോക്കാം. സോ ഞാനിവിടെ ഔട്ട്ലൈൻ സ്റ്റൈൽ സോളിഡ്. സോ ഞാനിവിടെ ഡോട്ടഡ് എന്ന് പറയുന്ന സ്റ്റൈലാണ് കൊടുക്കുന്നത്. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഡോട്ടഡ് ലൈൻ ലഭിക്കുന്നതാണ്. സോ ഔട്ട്ലൈൻ വിഡ്ത്ത് 10 പിക്സൽ കൊടുക്കുന്നു. സോ ഇതുപോലെ നമുക്ക് ലഭിക്കുന്നതാണ്. സോ ഇതിൻ്റെ മാർജിൻ കുറച്ച് കൂട്ടി കൊടുത്താൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലതും കാണാൻ സാധിക്കുന്നതാണ്. സോ മാർജിൻ ഞാനൊരു 20 പിക്സൽ കൊടുക്കുന്നു. സോ ഇതുപോലെ നമുക്ക് ലഭിക്കുന്നു ഡോട്ടഡ്. അതുപോലെ ഔട്ട്ലൈൻ കളർ ഞാനൊരു ക്രിംസൺ എന്ന് പറയുന്ന ഈ ഒരു കളർ കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ നമുക്ക് ഇനി ഔട്ട്ലൈൻ ഓഫ്സെറ്റ് കൂടി കൊടുക്കാം. ഔട്ട്ലൈൻ ഓഫ്സെറ്റ് ഇവ തമ്മിലുള്ള ബോർഡറും ഔട്ട്ലൈനും തമ്മിലുള്ള ദൂരം. സോ ഞാനൊരു 20 പിക്സൽ കൊടുക്കുന്നു. സോ മാർജിൻ നമുക്കൊന്ന് കൂട്ടി കൊടുക്കാം, ഒരു 50 കൊടുക്കാം. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ഒരു HTML എലമെൻറ്റിന് അതിൻ്റെ ബോർഡറിന് ചുറ്റുമായി ഇതുപോലെ ഒരു ഔട്ട്ലൈൻ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ അതുപോലെ നമുക്ക് ഈ 3 ലൈൻ ഇതുപോലെ എഴുതുന്നതിന് പകരം നമുക്ക് ഷോർട്ട് ഹാൻഡായി വളരെ ഈസിയായി പെട്ടെന്ന് ഒറ്റ ലൈനിൽ എഴുതാൻ സാധിക്കും. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. സോ ഞാൻ ആദ്യമായി ഔട്ട്ലൈൻ അതിനുശേഷം നമ്മൾ ആദ്യമായി കൊടുക്കേണ്ടത് എത്ര അതിൻ്റെ വിഡ്ത്താണ്. സോ ഞാനിവിടെ ഒരു 5 പിക്സൽ കൊടുക്കുന്നു. ശേഷം കൊടുക്കേണ്ടത് നമ്മൾ അതിൻ്റെ സ്റ്റൈലാണ്. ഞാൻ ഡോട്ടഡ് കൊടുക്കുന്നു. ശേഷം നമ്മൾ കൊടുക്കേണ്ടത് അതിൻ്റെ കളറാണ്. സോ ഞാനിവിടെ ഇപ്പോൾ ബ്ലാക്ക് കളർ കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ഇതുപോലെ ലഭിക്കുന്നു. സോ നമ്മൾ 3 ലൈനിൽ എഴുതിയത് നമുക്കിതുപോലെ ഷോർട്ട് ഹാൻഡായി ഒറ്റ ലൈനിലും എഴുതാൻ സാധിക്കുന്നതാണ്. നമുക്ക് പ്രത്യേകം കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇതുപോലെ 3 ലൈനിലും ഓരോ പ്രോപ്പർട്ടിയും വ്യത്യസ്തമായി ഇതുപോലെ എഴുതാൻ സാധിക്കുന്നതാണ്. സോ ഇത്തരത്തിൽ നമുക്കൊരു HTML എലമെൻറ്റിൻ്റെ ബോർഡറിന് ചുറ്റുമായി നമുക്കിതുപോലെ ഔട്ട്ലൈൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്.